Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 17th lecture of Management Concepts and Thought. In today's lecture, we are discussing about the theory of Tom Peters on management. Tom Peters, who worked as a management consultant at McKinsey and Company from 1974 to 1981, has brought about some ideas on solving business problems and empowering decision makers at multiple levels of a company. 1974-81 കാലഘട്ടത്തിൽ ടോം പീറ്റർ മെക്കൻസി ആൻഡ് കമ്പനിയിൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് ജോലി നോക്കിയിരുന്നു. ആ കാലഘട്ടത്തിൽ കമ്പനിയുടെ മൾട്ടിപ്പിൾ ലെവൽസിൽ ഡിസിഷൻ മേക്കേഴ്സിനെ എങ്ങനെ എംപവർ ചെയ്യിക്കാമെന്നും ബിസിനസ് പ്രോബ്ലത്തിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താമെന്നുള്ള ഐഡിയാസൊക്കെ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത് ടോം പീറ്റേഴ്സാണ്. മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ടോം പീറ്റേഴ്സ് മാനേജ്മെൻറ്റിന് തന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റിന് നൽകിയിട്ടുള്ള കൺസെപ്റ്റ്സും ഐഡിയാസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, he advocates liberation management, which challenges the rigid organization structure that inhibits creativity. Organization structures should be flexible and challenging. Modern managers are concerned with not only what happens inside the organization but also with what happens outside the organization. ലിബറേഷൻ മാനേജ്മെൻറ്റ് എന്ന ആശയം ടോം പീറ്റർ കൊണ്ടുവന്നത് എന്തിനെന്നാൽ ക്രിയേറ്റിവിറ്റിയൊക്കെ തടയുന്ന റിജിഡായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ ചലഞ്ച് ചെയ്യാനായിട്ടാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ചലഞ്ചിങ് ആയിരിക്കണം. മോഡേൺ മാനേജേഴ്സ് എപ്പോഴും എന്താണ് ഓർഗനൈസേഷനകത്ത് സംഭവിക്കുന്നതെന്ന് മാത്രം കൺസേൺ ആയാൽ പോരാ, ഔട്ട്സൈഡ് ഓർഗനൈസേഷനിലും എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കൺസേൺ ഒരു മോഡേൺ മാനേജർക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പോയിന്റിൽ ടോം പീറ്റർ സൂചിപ്പിച്ചത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ചലഞ്ചിങ് ആയിരിക്കണം. മോഡേൺ മാനേജേഴ്സ് ഓർഗനൈസേഷൻ്റെ ഇൻസൈഡ് മാത്രം നോക്കിയാൽ പോരാ, ഔട്ട്സൈഡ് ഓർഗനൈസേഷനെ കൂടി കൺസിഡർ ചെയ്തിരിക്കണം. സെക്കൻഡ് കോൺസെപ്റ്റ് ഈസ് organizational members should be empowered to generate new ideas, products and relationships. This empowerment is called liberation management by Peters. New ideas, products and relationshipനെ ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് എംപവർ ചെയ്യുന്നു. ഈ എംപവർമെൻറ്റിനെയാണ് പീറ്റർ ലിബറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. പവർ ഇൻവോൾവ്സ് ഹൗ പീപ്പിൾ വ്യൂ ദെയർ റിലേഷൻഷിപ്സ് വിത്ത് ഈച്ച് അതർ. പവർ എന്ന് പറയുന്നത് പീപ്പിൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് വഹിക്കുന്നതെന്ന് നോക്കിക്കാണുന്നതാണ് പവർ എന്ന് പറയുന്നത്. പവർ ആൻഡ് ഇൻഡിവിജ്വൽ ലിബർട്ടി ആർ ലിങ്ക്ഡ് ടുഗദർ. പവറും ഇൻഡിവിജ്വൽ ലിബർട്ടിയും പരസ്പരം ലിങ്ക്ഡ് ആണ്. മാനേജേഴ്സ് ഹു എക്സസൈസ് പവർ എൻകറേജ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ടു ഡെവലപ്പ് ദ സ്ട്രെങ്ത് ആൻഡ് കോമ്പീറ്റൻസ് ആസ് ഇൻഡിവിജ്വൽ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. മാനേജേഴ്സ് പവറിനെ എക്സസൈസ് ചെയ്യുകയാണ്, അവരുടെ ഡ്യൂട്ടിയിൽ പവർ കൊണ്ടുവരികയാണ് എങ്കിൽ എൻകറേജ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്തിനു വേണ്ടി? ടു ഡെവലപ്പ് ദ സ്ട്രെങ്ത് ആൻഡ് കോമ്പീറ്റൻസ്. ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ സ്ട്രെങ്തും കോമ്പീറ്റൻസും ഡെവലപ്പ് ചെയ്യാൻ ഒരു ഇൻഡിവിജ്വലായിട്ടും ഓർഗനൈസേഷൻ്റെ മെമ്പറായിട്ടും അവരിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ, സ്ട്രെങ്തും കോമ്പീറ്റൻസും കൊണ്ടുവരാൻ മാനേജേഴ്സ് എന്ത് എക്സസൈസ് ചെയ്യണം? പവർ എക്സസൈസ് ചെയ്യണം. Then the third concept is ways to empower jobs are, first one, job enlargement. It means increasing the scope of the job. Work from two or more positions may be combined to restore wholeness of the job. This breaks the monotony of a routine job and makes it interesting and challenging. Workers അവരുടെ ജോബിനെ എംപവർ ചെയ്യിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ജോബ് എൻലാർജ്മെൻ്റ് ആണ്. അവരുടെ ജോബിൽ ഇൻക്രീസ് കൊണ്ടുവരിക, സ്കോപ്പ് ഓഫ് ദ ജോബിനെ ഇൻക്രീസ് ചെയ്യിക്കുക. ഒരു പൊസിഷനിൽ മാത്രമല്ല, രണ്ടോ അതിൽ കൂടുതൽ ജോലികളെ അവരുടെ ജോലികളിൽ കമ്പൈൻ ചെയ്യിക്കുന്നതാണ് ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറയുന്നത്.
ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ചലഞ്ചിങ്ങും ആയിട്ടുള്ള പുതിയ ജോബ് അവരുടെ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ജോബ് എൻലാർജ്മെൻറ്റ്. ദെൻ ദ സെക്കൻഡ് വേ ഓഫ് empower the job is job enrichment. It increases depth of the job by adding work activities from vertical line of the organizational unit. Jobs in vertical line are combined into one position to give employees more autonomy on the job. എംപ്ലോയിയുടെ ജോലി വെർട്ടിക്കൽ ലൈനിൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു പൊസിഷനിൽ നിന്നും എംപ്ലോയി ഒരു ഹയർ ലെവലിലോട്ട് എൻറിച്ച് ചെയ്യുന്നതിനാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഡെവലപ്സ് എ സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ബൈ അലോയിങ് വർക്കേഴ്സ് to set their work pace, correct their errors, and decide the best way to perform the task. As the work becomes more challenging, responsibility of workers increases and they become motivated. ജോബ് എൻറിച്ച്മെൻറ്റിലൂടെ അക്കൗണ്ടബിലിറ്റി ഡെവലപ്പ് ചെയ്യാം. വർക്കേഴ്സിന് അവർക്ക് ഏതാണോ വേഗത്തിൽ അവർക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന വർക്ക്, ആ വർക്കിനെ അവർക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അവരുടെ എറേഴ്സിനെ കറക്റ്റ് ചെയ്യാനും ഏതാണോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പെർഫോം ചെയ്യാൻ ബെസ്റ്റ് വേ എന്ന് ഡിസൈഡ് ചെയ്യാനുമൊക്കെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ അലോ ചെയ്യുന്നു. ആസ് ദ വർക്ക് ബിക്കം മോർ ചലഞ്ചിങ്, റെസ്പോൺസിബിലിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻക്രീസസ് ആൻഡ് ദേ ബിക്കം മോട്ടിവേറ്റഡ്. വർക്ക് കൂടുതൽ ചലഞ്ചിങ് ആവുകയാണ് എങ്കിൽ വർക്കേഴ്സിന് അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയും അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ 2 വേയ്സാണ് നമ്മൾ ജോബ് എംപവറിൽ പറഞ്ഞത്, ജോബ് എൻലാർജ്മെൻറ്റ് ആൻഡ് ജോബ് എൻറിച്ച്മെൻറ്റ്. നെക്സ്റ്റ് കൺസെപ്റ്റ്, ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് ഷുഡ് റീതിങ്ക് ഹൗ ദേ റിലേറ്റ് ടു ദെയർ കസ്റ്റമേഴ്സ് ആൻഡ് മേക്ക് റീതിങ്കിങ് എ പാർട്ട് ഓഫ് ദെയർ ഓർഗനൈസേഷണൽ പ്രാക്ടീസസ്. എങ്ങനെയാണ് കസ്റ്റമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ടതെന്നും ഓർഗനൈസേഷണൽ പ്രാക്ടീസസ് എങ്ങനെയായിരിക്കണമെന്നും ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് റീതിങ്ക് ചെയ്യുന്നു. ഓൾ ഓർഗനൈസേഷൻസ് ഷുഡ് ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഷുഡ് ഡീൽ വിത്ത് കസ്റ്റമേഴ്സ് അക്കോർഡിംഗ് ടു റൂൾസ്. എല്ലാ ഓർഗനൈസേഷൻസും ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ്റെ റൂൾസും പ്രൊസീജിയേഴ്സും വെച്ചിട്ടാണ്. അപ്പോൾ മാനേജേഴ്സും എംപ്ലോയീസും കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പം ആ റൂൾ അനുസരിച്ച് വേണം അവരോട് ഡീൽ ചെയ്യാൻ. ഓർഗനൈസേഷൻസ് ഷുഡ് ബി ഫ്ലെക്സിബിൾ വിത്ത് ബയസ്ഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മാനേജ്മെൻറ്റ് ടുവേർഡ്സ് ക്രിയേറ്റീവ് ഹ്യൂമൻ എഫേർട്സ്. അക്കോർഡിംഗ് ടു പീറ്റർ, those who would survive, managers and non-managers alike, will simply have to make their own firm, create their own projects. ഓർഗനൈസേഷൻ ഫ്ലെക്സിബിൾ ആണ് വിത്ത് ബയസ്ഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് ക്രിയേറ്റീവ് ഹ്യൂമൻ എഫേർട്സ്. ക്രിയേറ്റീവായിട്ടുള്ള ഹ്യൂമൻ എഫേർട്സിനോടുള്ള മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, സമീപനം ബയസ്ഡ് ആണ് എങ്കിൽ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിൾ ആയിരിക്കും. എല്ലായിടവും ഒരേപോലെ ആയിരിക്കത്തില്ല ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത്. ദെൻ പീറ്ററുടെ വ്യൂ പോയിൻറ്റിൽ ദോസ് ഹു സർവൈവ് ഇൻ ദ ഓർഗനൈസേഷനിൽ സർവൈവ് ചെയ്യുന്നത് ആരൊക്കെയാണോ, മാനേജേഴ്സ് ആൻഡ് നോൺ മാനേജേഴ്സ്, വിൽ സിംപ്ലി ഹാവ് ടു മേക്ക് ദെയർ ഓൺ ഫേം. അവർ മേക്ക് ചെയ്യുന്നു അവരുടേതായിട്ടുള്ളൊരു ഫേമും അവരുടേതായിട്ടുള്ളൊരു പ്രോജക്റ്റും അവരവിടെ മേക്ക് ചെയ്യും. ദിസ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു ഫോർ ലിസണിങ്.